ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകില്ല, കുറിയിടില്ല, അന്ധവിശ്വാസങ്ങൾക്കെതിരാണ്. ഇതാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളെപ്പറ്റി തന്നെ സ്വയമേ പറയാറുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഇതേപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാലോ മാഷൊരു താത്വിക അവലോകനം തന്നെ വച്ച് കാച്ചും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ ചിത്രം കണ്ടാൽ ഗോവിന്ദ മാഷല്ലേ ആ ഇരിക്കുന്നേ, കമ്മ്യൂണിസ്റ്റുകാർ ജോത്സിനെയൊക്കെ കാണുമോ എന്ന് ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരന്റെ കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രവുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യമുയരാൻ കാരണം. 10ാം ഉദയത്തിന് AKG സെന്ററിന്റെ പാലുകാച്ചൽ നിശ്ചയിക്കാനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ദിവസം നോക്കാനും ഗോവിന്ദൻ മാഷ് ജോത്സ്യനെ കണ്ടെന്നാണ് ശക്തിധരന്റെ വെളിപ്പെടുത്തൽ. ഒരു മാസത്തിനിടെ 3 തവണയാണ് MV ഗോവിന്ദൻ പ്രശസ്ത ജോത്സ്യനായ മാധവ പൊതുവാളെ കാണാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെത്തിയതെന്നും ശക്തിധരൻ പറയുന്നു. ചിത്രം വൈറലായതോടെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനല്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസം. പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ കവടി നിരത്താൻ പോകുന്നത്? അത്രയും നമ്മുടെ ഗോവിന്ദൻ മാഷും ചെയ്തിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ നാട്ടിലെ ജോത്സ്യന്മാരുടെ അടുത്തൊന്നും പോവില്ല. ആരും അറിയാതെ പൊതുവാളെയും നമ്പൂതിരിമാരെയും മൗലവിമാരെയും രഹസ്യമായി കാണും. നാട്ടിലെ അമ്പലങ്ങളിൽ പോവാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഗുരുവായൂരിൽ പോയിട്ട് തുലാഭാരവും പൂമുടൽ ചടങ്ങും നടത്തും. വലിയ താത്വിക ആചാര്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം ഇനി പറയാനുണ്ടോ? കേരളത്തിലെ മാർക്സിസം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് വെളിവാക്കുന്ന ചിത്രമാണ് ഇത്. സഹാക്കൾ ഇതൊന്ന് സേവ് ചെയ്ത് വയ്ക്കണം, 10 വർഷം കഴിഞ്ഞ് ആവശ്യം വരും എന്നിങ്ങനെ നീളുകയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. എന്തായാലും ഗോവിന്ദ മാഷേ, ഇതിന്റെ താത്വിക അവലോകനം ഇനി എപ്പോഴാ?